അധികാരവർഗത്തിന്റെ കൊടും ക്രൂരതയിൽ നിങ്ങൾ എത്ര ചവിട്ടി വിധിച്ചാലും പീഡനങ്ങൾക്കിരയാക്കിയാലും ഞങ്ങൾ ക്രിസ്ത്യാനികൾ തളരില്ല. ആത്മവിശ്വാസം നല്ലതാണ്, എന്നാൽ അത് നിന്റെയൊക്കെ ജീവൻ അവസാനിക്കുന്നിടത്ത് ഇല്ലാതാകുന്നു എന്നും കൂടി കരുതുക. ആത്മസമർപ്പണം ചെയ്ത് മരണം സ്വീകരിക്കുമ്പോഴും ഓരോ മരണത്തിൽ നിന്നും 1000 ക്രിസ്തീയ വിശ്വാസികൾ സൃഷ്ടിക്കപ്പെടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വ്യാമോഹം മാത്രമാണ്. റോമൻ സാമ്രാജ്യത്തിന്റെ പാരമ്പര്യവും വിശ്വാസവും തകർത്തുകൊണ്ട് ഒരു തരത്തിലും ക്രിസ്തീയ വിശ്വാസം പടുത്തുയർത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ ഇനിയും 1000 ക്രിസ്ത്യാനികൾ അണിനിരക്കാനും മരിച്ചു വീഴാനും മടിയില്ലെന്നറിയുക. മരണം കൺമുമ്പിൽ കണ്ടിട്ടും ക്രിസ്തു മതത്തിന് വേണ്ടിയുള്ള ഈ ചോരത്തിളപ്പിന് മുമ്പിൽ റോമൻ സാമ്രാജ്യം മുട്ടുകുത്തി നിന്നെയൊക്കെ അംഗീകരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതേണ്ട. കാലം കാത്തുവച്ചിരിക്കുന്ന മാറ്റങ്ങൾ ഏതൊരു ഭരണകൂടവും അംഗീകരിച്ച് കീഴടക്കിയ ചരിത്രം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. റോമൻ സാമ്രാജ്യത്തിന്റെ മുഴുവൻ ക്രിസ്ത്യാനികളെയും നിങ്ങൾ കൊന്നൊടുക്കിയാലും ലോകരക്ഷകനായ ക്രിസ്തുവിന്റെ അത്ഭുതം ഈ മണ്ണിൽ പുതിയൊരു ചരിത്രം സൃഷ്ടിക്കും. ആ സ്നേഹനീതിയുടെ ചരിത്രത്തിന് മുമ്പിൽ നിങ്ങൾ അധികാരികൾ നിശബ്ദത പാലിച്ച് തലകുനിച്ച് നിൽക്കേണ്ടി വരും. ഈ ധിക്കാരത്തിന് മറുപടി മരണം തന്നെയാണ്. നിങ്ങൾ അധികാരത്തിന്റെ ആയുധവുമായി ഞങ്ങളെ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ വിശ്വാസത്തിന്റെ പരിചയമായി നിങ്ങളെ പ്രതിരോധിക്കും. ധിക്കാരം പുലമ്പുന്നു. എക്കാലവും സ്നേഹത്തിന്റെ തത്വശാസ്ത്രം ഈ ഭൂമിയിൽ വിജയിച്ചിട്ടില്ല. പകരം വിപ്ലവത്തിന്റെ ആളിക്കത്തിയ ആവേശമാണ് എന്നും നിലനിൽക്കുന്നത്. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് റോമൻ സാമ്രാജ്യത്തിന്റെ വിശ്വാസമുള്ള ക്രിസ്ത്യാനികൾക്ക് നേരെ അഴിച്ചുവിട്ട ക്രൂരവും പൈശാചികവുമായ പീഡനങ്ങൾ അതേറ്റുവാങ്ങി രക്തസാക്ഷിത്വം വരിച്ച അവരൊക്കെ തന്നെ വിപ്ലവം സൃഷ്ടിച്ചു. മതിയാക്കാം. ഇനി നന്മയ്ക്ക് വേണ്ടി നിരക്കുന്ന ഒരു നല്ല നാളേക്ക് ആയുധങ്ങൾ താഴ്വെച്ച് സമാധാനത്തിന്റെ പാതയിലേക്ക് തിരിച്ചു വരാം. നമുക്ക് ചരിത്രം സൃഷ്ടിക്കാനല്ല മനുഷ്യ ജീവിതം, സമാധാനം സൃഷ്ടിച്ച് പരസ്പരം സ്നേഹിക്കലാണ് ജീവിതം. നന്മയുടെ, സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ വീരകഥകൾ രചിക്കാം. നാളേക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി. മോളെ, എന്റെ മോളെ, നിനക്ക് എന്ത് പറ്റി മോളെ? മോളെ, നീ ആ വിളക്ക് കത്തിക്ക്. അവൾ എന്തെങ്കിലും സ്വപ്നം കണ്ട് പേടിച്ചിട്ടുണ്ടാകും. മോളെ, നിനക്ക് എന്ത് പറ്റി? എന്താ മോളെ, എന്ത് പറ്റി? ഞാനൊരു സ്വപ്നം കണ്ടു. അതെന്നെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ. ആ സ്വപ്നം അത് വെറും സ്വപ്നമല്ലേ മോളെ? നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. പകല് മുഴുവൻ കഥ കേൾക്കലും രാത്രി മുഴുവൻ സ്വപ്നം കാണലും മറ്റുള്ളവരുടെ ഉറക്കം കളയാൻ ഓരോരോ പരിപാടികള്. നീ അങ്ങനെയൊന്നും പറയല്ലേ. പാവമറ്റു മോള്. ദൈവമയമുള്ളവർക്ക് ദൈവിക സ്വപ്നത്തിലും സന്ദേശമുണ്ടാകും. എന്താ ഉണ്ടായേ? എന്തോ ശബ്ദം കേട്ടല്ലോ ഇവിടെ. ആർക്കൊന്നും പറയാനില്ലേ? മോൾ ഉറക്കത്തിൽ എന്തോ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന് നിലവിളിച്ചു. അതെങ്ങനെയാ? അപ്പനല്ലേ പകല് മുഴുവൻ ഓരോ കഥകൾ പറഞ്ഞു കൊടുത്ത് കൊച്ചിനെ ഒരു സ്വപ്നജീവിയാക്കിയത്? അതാണോ കാര്യം? എന്റെ പൊന്നുമോള് എന്ത് സ്വപ്നമാ കണ്ടത്? വല്യപ്പച്ചനോട് പറ. മോള് പേടിച്ചു? പേടിച്ചു. സാരമില്ല, അത് പോട്ടെ. എന്ത് സ്വപ്നമാ കണ്ടത്? ഇനി കണ്ട സ്വപ്നത്തിന്റെ കഥ കൂടി പറഞ്ഞാൽ അടുത്ത സ്വപ്നം കാണാനുള്ള വകയായി. നീ ഇങ്ങനെ ഒരു സ്വപ്നജീവിയായിരുന്നു. രാവും പകലും കഥയും സ്വപ്നവും, സ്വപ്നവും കഥയും, അത് തന്നെ ശരണം. നീ എന്റെ മോളെ കളിയാക്കണ്ട. അവള് നല്ല സ്വപ്നമല്ലേ കാണും. എന്നാൽ ഒരു കാര്യം ചെയ്യും, കഥ പറച്ചിലും സ്വപ്നം കാണലും തുടരട്ടെ. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. പകല് മുഴുവൻ തീർത്താ തീരാത്ത പണി. നിങ്ങൾ വരുന്നുണ്ടോ മനുഷ്യ? ഞാനും വരുന്നു. വല്യപ്പച്ച, ശരിക്കും ഞാൻ കണ്ട സ്വപ്നം എന്താണെന്നറിയാമോ? മോള് പറയും. എന്താ മോള് കണ്ടത്? അബ്രഹാം മകനായ ഈസാക്കിനെ ബലി കൊടുക്കാൻ തയ്യാറാക്കുന്നതാ കണ്ടത്. ദൈവം ഇഷ്ടപ്പെട്ടവരെ പരീക്ഷിച്ച് കൂടെ നിർത്തും.
പരീക്ഷണങ്ങളിൽ വിജയിക്കുന്നവരെ ദൈവം തന്റെ സംരക്ഷണ വലയത്തിൽ കാത്തുകൊള്ളും. അപ്പോ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പരീക്ഷണങ്ങൾ ഏറെ ഉണ്ടാകും അല്ലേ? തീർച്ചയായും. ഒപ്പം ദൈവം അരുൾ ചെയ്യുന്ന കാര്യം ഭയഭക്തിയോടെയും വിശ്വാസത്തോടും കൂടി ഏറ്റെടുത്ത് നിറവേറ്റണം. ദൈവത്തിന്റെ ആജ്ഞ ഏറ്റെടുത്ത് വിജയിച്ചവർ ഒരുപാട് പേരുണ്ട് അല്ലേ വല്യപ്പച്ച? ഒരു വലിയ നിര തന്നെയുണ്ട്. അങ്ങനെയുള്ള ഒരാളെ കഥ പറഞ്ഞതാ വല്യപ്പച്ച. എന്താണെങ്കിലും ഉറക്കം പോയി. ഉറക്കം വരുന്നത് വരെ കഥ പറഞ്ഞതാ. അങ്ങനെ ഒരു നീതിമാൻ ഉണ്ടായിരുന്നു, നോഹ. ഭൂമിയിൽ മനുഷ്യർ എല്ലാം മറന്ന് ദുഷ്ടതയിൽ അഹങ്കരിച്ച് ജീവിച്ചു. ദൈവത്തെയും അവന്റെ വാഗ്ദാനങ്ങളെയും മറന്നു. അയ്യോ കഷ്ടം. അത് ദൈവത്തിന് സങ്കടമായിട്ടുണ്ടാവില്ലേ? സങ്കടം മാത്രമല്ല, കോപവും തോന്നി. നോഹയും കുടുംബവും ദൈവത്തോട് ചേർന്നു നിന്നു. ദൈവം നോഹയുടെ കുടുംബത്തെ രക്ഷിക്കാൻ തിരഞ്ഞെടുത്തു. ദുഷ്ടത പ്രവർത്തിച്ചവർക്ക് ശിക്ഷയും ഉറപ്പായല്ലേ? പറയാനുണ്ടോ? ദൈവം പ്രളയം കൊണ്ട് ഭൂമിയിലുള്ള സകലതിനെയും നശിപ്പിക്കാൻ തീരുമാനിച്ചു. ദൈവം നോഹയോട് പറഞ്ഞു, ആകാശത്തിന് കീഴിൽ സകലതിനെയും ജലപ്രളയം കൊണ്ട് ഞാൻ നശിപ്പിക്കും. അയ്യോ, അപ്പൊ നോഹയും കുടുംബവും എങ്ങനെ രക്ഷപ്പെടും? അതാണ് ദൈവത്തിന്റെ പദ്ധതി. ദൈവം നോഹയോട് അരുൾ ചെയ്തു, നീയും ഞാനും തമ്മിൽ ഒരു ഉടമ്പടി ഉറപ്പിക്കുന്നു. നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കും. ആ പെട്ടകത്തിൽ ഒരു ജനലും ഒരു വാതിലും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. നീയും നിന്റെ പത്നിയും പുത്രന്മാരും അവരുടെ ഭാര്യമാരെയും പെട്ടകത്തിൽ കയറ്റണം. അത്ഭുതം. വിശ്വസിക്കുന്നവർക്ക് താങ്ങും തണലുമായി മാറുന്ന കർത്താവിന്റെ രക്ഷാകരമായ പദ്ധതി സുന്ദരമാണ്. തീർന്നില്ല. ഭൂമിയിലെ സകല ജീവജാലങ്ങളിൽ നിന്നും ആണും പെണ്ണുമായിട്ടുള്ള ഈ രണ്ടെണ്ണത്തിനെ നീ പെട്ടകത്തിൽ കയറ്റണം. നിനക്കും അവർക്കുമുള്ള ഭക്ഷണപാനീയങ്ങൾ നീ പെട്ടകത്തിൽ കരുതണം. നോഹ ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ എല്ലാം ചെയ്തു അല്ലേ വല്യപ്പച്ച? പിന്നല്ലാതെ. എല്ലാവരും പെട്ടകത്തിനുള്ളിൽ കയറിയ ശേഷം ദൈവം പെട്ടകത്തിന്റെ വാതിലടച്ചു. നല്ലവനായ ദൈവം പിന്നീട് 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്യും. വലിയ ജലപ്രളയം കൊണ്ട് മൂടി ഉയർന്നു നിന്ന വലിയ പർവ്വത നിരകൾ ജലത്തിനടിയിലായി. സകലതും നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോഹിന്റെ പെട്ടകം മാത്രം ജലത്തിന് മീതെ ഉയർന്നു. അങ്ങനെ 150 ദിവസം നീണ്ടു നിന്ന പ്രളയത്തിനൊടുവിൽ പെട്ടകത്തിനുള്ളിലുള്ളവർ മാത്രം ബാക്കിയായി. ദൈവഹിതം എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും. മോളെ മോളെ പാവം കഥ കേട്ടു ഉറങ്ങിപ്പോയി. എൻ്റെ ദൈവമേ, ഈ ലോകത്ത് എല്ലാത്തിനും ഉപരിയായി അവൾ നിന്നെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു. എൻ്റെ പൊന്നു കുഞ്ഞിനെ കാത്തു പരിപാലിക്കണേ. മോള് പ്രാർത്ഥനയിലാണ്. അവൾ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. എതിർക്കണ്ട. എതിർപ്പല്ല അപ്പ, അവൾ നമ്മുടെ പൊന്നു മോളല്ലേ. പെട്ടെന്ന് ഇങ്ങനൊരു ദിവസം ഇവിടെ നിന്ന് മഠത്തിലേക്ക് പോകുമ്പോൾ ഒരു വലിയ സങ്കടം എല്ലാവരെയും അലട്ടുന്നു. അതാ. നേരാ നീ പറഞ്ഞത്. പക്ഷെ അത് നമ്മൾ പുറത്ത് കാണിക്കരുത്. സന്തോഷിക്കുന്ന നമ്മുടെ മുഖം കണ്ട് അവൾ പോകണം. കഴിയുന്നില്ലപ്പ. ഞാൻ അവളുടെ അമ്മയല്ലേ. ഇക്കാലമത്രയും കോഴി തന്നെ കുഞ്ഞിനെ കൊണ്ടു നടക്കുന്നത് പോലെ എന്റെ
വേദനകളും മാഞ്ഞു പോകുമെന്ന് കരുതാം. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാകും. പക്ഷേ അത് പുറമെ കാണിക്കണ്ട. നമ്മളാണ് അവൾക്ക് കരുത്ത് നൽകേണ്ടത്. കരയരുത് കേട്ടോ. ഈ പറയണ വല്യപ്പച്ചന് വിഷമല്ലേ? ഓ, അതൊക്കെ അങ്ങ് മാറും. അല്ലെങ്കിൽ മാറ്റിയെടുക്കണമല്ലോ. മാറ്റണം. എന്താ എന്തു പറ്റി? ആരൊന്നും മിണ്ടാത്തത് എന്താ? അത് ഒന്നുമില്ല. മോള് പുറപ്പെടാൻ തയ്യാറായി ഇല്ലേ? പോണം വല്യപ്പച്ച. ആ, ആയിക്കോട്ടെ. അമ്മച്ചി എന്നോട് ദേഷ്യമാണോ? എനിക്കറിയാം നൊന്ത് പ്രസവിച്ച അമ്മയുടെ ദുഃഖം. അമ്മച്ചിക്ക് നിന്നോട് ദേഷ്യമല്ല മോളെ, സ്നേഹക്കൂടുതൽ കൊണ്ടുള്ള സങ്കടമായിരുന്നു. ഒരിക്കലും നിന്നെ പിരിയാൻ കഴിയാത്ത ഈ അമ്മയെ നീ ശപിക്കരുത്. അങ്ങനെയൊന്നും പറയരുത്. സ്നേഹം എന്താണെന്നോ അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നത് എങ്ങനെയാണെന്നോ ഞാൻ കണ്ടറിഞ്ഞത് എന്റെ അമ്മച്ചിയിൽ നിന്നാണ്. ആ അമ്മച്ചിയെ ഞാൻ ശപിക്കുകയോ? അതല്ല മോളെ, നീ വിശ്വാസത്തിന്റെ വഴിയിൽ കൂടുതൽ അടുത്തപ്പോൾ ഒരു അമ്മയുടെ സ്വാർത്ഥത കൊണ്ട് പലതും പറഞ്ഞിട്ടുണ്ട്. അതാണ്. നോക്ക്, ഈ മകൾ ഈ അമ്മയുടേതാണ്. എനിക്കറിയാം ഞാൻ സങ്കടങ്ങൾ തന്നാണ് മഠത്തിലേക്ക് പോകുന്നതെന്ന്. എന്റെ പൊന്നുമോൾ ഞങ്ങൾക്ക് ഒരു സങ്കടവും തന്നിട്ടില്ല. പിന്നെ ഇനി മുതൽ നീ ഇവിടെ ഇല്ലാത്തതിന്റെ ഒരു ശൂന്യത, അതാണൊരു വിഷമം. അപ്പച്ച ജന്മം നൽകിയതോടൊപ്പം ചേർത്ത് നിർത്തി വയസ്സിനെ കൊണ്ട് എന്നെ ഞാനാക്കിയ വലിയ മനുഷ്യനാണ്. അപ്പന്റെ മോള് ഞങ്ങളെക്കാൾ വലിയവളാ. ഏത് ആപത്ഘട്ടത്തിലും തളരാതെ തകരാതെ വിജയിച്ചു നിൽക്കണം. ദൈവഹിതമനുസരിച്ച് മുന്നോട്ട് പോവുക. ഈ അപ്പന്റെ പ്രാർത്ഥന രക്ഷാകവചമായി മോൾക്കൊപ്പമുണ്ടാകും. വല്യപ്പച്ച, ഈ കൊച്ചുമകൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. വല്യപ്പച്ചന്റെ കഥകൾ കേട്ട് ദൈവത്തോട് അടുത്തടുത്ത് കഴിഞ്ഞപ്പോ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഒരു വിളിയുണ്ടായി എന്ന് കരുതുക. വലിയ ഭാഗ്യമാണ് നിന്നെ എനിക്ക് കിട്ടിയത്. എന്നാ ഇനി മുതല് ഞാൻ ആർക്കാ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുക? സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണരുന്ന നിന്നെ ചേർത്തിരുത്തി പുതിയ കഥകൾ ഞാൻ ആർക്ക് പറഞ്ഞു കൊടുക്കും? കഥകൾ കേൾക്കാൻ ആഗ്രഹമുള്ളപ്പോ ഞാൻ ഇങ്ങെത്തും. ഇപ്പൊ ഞാൻ പൊക്കോട്ടെ. സോഫിയാമേ, അനസ്താസിയ എന്ന പേരുള്ള ഒരു യുവതി സിസ്റ്ററെ കാണാൻ പുറത്തു നിൽക്കുന്നു. അകത്തേക്ക് വരാൻ പറയൂ. ദൈവമേ, നിന്റെ ഹിതം നിറവേറട്ടെ, എല്ലാം നല്ലതിനാവട്ടെ. അമ്മേ, എന്റെ പേര് അനസ്താസിയ. ഞാൻ അമ്മയെ കാണാനാ വന്നത്. എന്നെയോ? എന്താണ് കുഞ്ഞെ നിന്റെ വരവിന്റെ ഉദ്ദേശം? അടിയുറച്ച എന്റെ തീരുമാനം അമ്മയെ അറിയിക്കണം. പറയൂ, കുഞ്ഞിന്റെ തീരുമാനം എന്താ? എനിക്ക് മഠത്തിൽ ചേരണം, ദേവദാസിയായി ജീവിക്കണം, അതും മറ്റുള്ളവർക്ക് വേണ്ടി. കുഞ്ഞെ, പുറത്തുനിന്ന് കാണുന്നത് പോലെ അത്ര നിസ്സാരമല്ല മഠത്തിലെ ജീവിതം. ജീവിതത്തിലെ പലതിനെയും ഉപേക്ഷിച്ച് കർത്താവിന്റെ മണവാട്ടിയായി ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം. അതൊരു കഠിന വ്രതമാണ് കുഞ്ഞെ. ദൈവത്തെ സ്നേഹിച്ച് എന്റെ ജീവിതത്തിനേക്കാൾ വലുത് എന്നെ സംരക്ഷിക്കുന്ന ദൈവത്തിന് വേണ്ടി സമർപ്പിത ജീവിതം നയിക്കാൻ ഞാൻ ദൃഢനിശ്ചയം എടുത്തു കഴിഞ്ഞു. എന്നെ അവിടുന്ന് സ്വീകരിക്കണം. നിന്റെ അടിയുറച്ച വിശ്വാസവും തീരുമാനവും നല്ലതാണ്. പക്ഷേ എന്താ അമ്മേ നിർത്തിക്കളഞ്ഞത്? ഈ കാലഘട്ടം വലിയ അപകടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. റോമൻ സാമ്രാജ്യം നമുക്കെതിരാണ്. ക്രിസ്ത്യൻ മഠങ്ങൾ അവർ തിരഞ്ഞുപിടിച്ച് ആക്രമിച്ച് നശിപ്പിക്കുന്നു. പരീക്ഷണങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെയൊക്കെ ജീവിതം. നമ്മളെയെല്ലാം അവിടെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയതുപോലെ സംരക്ഷണം അവിടുന്ന് തീരുമാനിക്കും. ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. കർത്താവിൽ വിശ്വസിക്കുന്നവരെ അവർ വാളിനിരയാക്കുന്നു. നമ്മുടെ വിശ്വാസങ്ങൾ തെറ്റാണെന്ന് അവർ പ്രചരിപ്പിക്കുന്നു. ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് ബിംബങ്ങളെ ആരാധിക്കാൻ അവർ നിർബന്ധിക്കുന്നു. അപകടം പിടിച്ച ഒരു കാലഘട്ടത്തിൽ നീ നിന്റെ തീരുമാനം മാറ്റി മടങ്ങി പോകൂ. ഇല്ല, എന്റെ തീരുമാനം
തീരുമാനം അടിയുറച്ചതാണ്. ഞാൻ ജീവനുള്ള കർത്താവിൽ വിശ്വസിക്കുന്നു. ദുരിതങ്ങളെ നേരിടാനും പ്രതിസന്ധികളെ തരണം ചെയ്യാനും ഞാൻ തയ്യാറാണ്. പിന്തിരിയില്ല. എന്നെയും നിങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കണം. എന്റെ അപേക്ഷയാണ്. നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. കുഞ്ഞുങ്ങളെ, ഈ മകളെ നമുക്കൊപ്പം ചേർക്കുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? തീരുമാനത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഈ ദാസിയെ കർത്താവിന്റെ മണവാട്ടിയായി സ്വീകരിക്കാം. തന്റെ പ്രവർത്തന ശൈലി കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ജനശ്രദ്ധ പിടിച്ചു പറ്റി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കണ്ട് മറ്റുള്ളവർ പോലും അതിശയം വിചാരിച്ചു. സ്നേഹം കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിലും ഹൃദയത്തിലും സ്ഥാനം നേടി. യേശുവിനെ കുറിച്ചുള്ള പ്രഘോഷണം ഏറെ ശ്രദ്ധേയമായി. അങ്ങനെ മേന്മയുള്ള അറിയപ്പെടുന്ന സന്യാസിനിയായി മാറി. ഇത് ചക്രവർത്തിയുടെ കാതുകളിലും എത്തി. അവർ അനസ്താസിയെ ഇല്ലാതാക്കാൻ എന്ത് ചെയ്യാമെന്ന് ഗൂഢാലോചന നടത്തി. ഈ കൂട്ടത്തിൽ ആരാണ് അനസ്താസിയ? ഞാനാണ് അനസ്താസിയ. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എന്തിനാണ് നിങ്ങൾ സിസ്റ്ററിനെ അന്വേഷിക്കുന്നത്? രാജകൽപ്പന പ്രകാരമാണ് ഞങ്ങൾ വന്നത്. ഈ സന്യാസിനി രാജനിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വഴിതെറ്റിക്കുന്നു എന്ന് ആര് പറഞ്ഞു? തെളിവുകൾ നിരവധിയുണ്ട്. കാര്യങ്ങൾ ബോധ്യപ്പെട്ട ചക്രവർത്തി കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഇവരെ ബന്ദിയാക്കി കൊട്ടാരത്തിൽ കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്ന കൽപ്പനയുണ്ട്. രാജകൽപ്പന അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. മകളെ, ഭയപ്പെടരുത്. നീ ഭയക്കില്ല എന്ന് ഈ അമ്മയ്ക്കറിയാം. ദൈവത്തിൽ അടിയുറച്ച നിന്റെ വിശ്വാസം നിനക്ക് പരിചയം പലകയും ആവട്ടെ. നടക്ക്. എന്താണ് പറയാനുള്ളത്? രാജ്യത്തിന്റെ നിയമങ്ങൾ കാറ്റിപ്പുറത്തി അവിടുത്തെ ജനങ്ങളെ സംഘടിതരാക്കി ഭരണകൂടത്തിനെതിരാകുന്നത് തെറ്റാണെന്ന് നിനക്കറിയില്ലേ? നിശബ്ദതയല്ല ഞങ്ങൾക്കുള്ള മറുപടി. മൗനം വെടിഞ്ഞ് മറുപടി പറയൂ. ക്രിസ്തുമതം ഉപേക്ഷിച്ച് ജോവ് ദേവനെ ആരാധിച്ച് അർച്ചന നടത്താൻ എന്തേ നിനക്ക് കഴിയാത്തെ? മൗനം ഭയം കൊണ്ടല്ല. എന്റെ ജീവിതവും ആത്മാവും ഈ ശരീരവും ഞാൻ ക്രിസ്തുദേവന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്ന് മാറ്റി ചിന്തിക്കാനും പ്രവർത്തിക്കാനും എനിക്ക് കഴിയില്ല. എന്ത് നേടാനാണ് ഈ പിടിവാശി? മരണമുഖത്ത് നിൽക്കുമ്പോൾ പോലും നിന്റെ നാവ് ധിക്കാരത്തിന്റെ ഭാഷയാണ് മൊഴിയുന്നത്. ചോദ്യത്തിന് ഉത്തരമല്ലേ നിങ്ങൾ ആവശ്യപ്പെട്ടത്? ഉത്തരം പറയുന്നത് ഞാനാകുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച മറുപടി തരാൻ എനിക്ക് കഴിയില്ല. ആവേശം നല്ലതിനല്ല, അതിൽ കടന്ന ആത്മവിശ്വാസം അത് നിന്നെ കൊണ്ടെത്തിക്കുന്നത് എവിടെയാന്ന് നിനക്കറിയാമോ? അറിയില്ല. ഒന്നറിയാം, ജനനവും മരണവും അതിനിടയിലുള്ള യാത്ര. ആ യാത്രയിൽ ചിലപ്പോൾ ഒറ്റപ്പെട്ട യാത്രകൾ ഉണ്ടാവും, യാതനകളും ഉണ്ടാവും. എന്തായാലും ആ വേദന ഏറ്റുവാങ്ങാൻ എനിക്ക് ഭയക്കേണ്ട ആവശ്യമില്ല. ഇനിയും സമയം വൈകിട്ടില്ല. നിന്റെ ചിന്താഗതിയിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ക്രിസ്തുമതത്തെ അംഗീകരിക്കുന്നില്ലെന്നും ആ സഭയെ വെറുക്കുന്നുവെന്നും പറഞ്ഞാൽ നിനക്ക് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ ഏറെയാണ്. എന്റെ യേശുനാഥനെ തള്ളിപ്പറഞ്ഞു കിട്ടുന്ന സൗഭാഗ്യങ്ങൾ എന്ത് സന്തോഷമാണ് എനിക്ക് നേടിത്തരുന്നത്. ആ മഹാസഭയെ ദ്രോഹിച്ചിട്ട് നേടിയെടുക്കുന്ന സുഖസൗകര്യങ്ങൾ
എനിക്ക് നരകതുല്യമാണെന്നറിയുക. ഒന്ന് മനസ്സിലാക്കിക്കൊള്ളു അനസ്താസിയ, നിന്റെ യേശുദേവനും സഭയും റോമാ സാമ്രാജ്യത്തിന്റെ ശത്രുപക്ഷത്താണ്. ആ നാമം ഉച്ചരിക്കാൻ പാടില്ല. അതങ്ങ് ഉപേക്ഷിച്ച്. ഒരിക്കലും എനിക്ക് കഴിയില്ല. എന്റെ ബാല്യം മുതൽ എന്റെ അമ്മ ചൊല്ലുന്ന യേശുനാമം ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. റോമാ സാമ്രാജ്യത്തിനോടുള്ള നിന്റെ ഈ വെല്ലുവിളി നിനക്ക് നേടിത്തരുന്നത് പട്ടുമെത്തയല്ല, കൊടും ക്രൂരതയ്ക്ക് നീ വിധേയമാകും. ഭയമില്ല, ഒപ്പം മരണത്തെ പേടിയും. നിന്നെ ഞങ്ങൾ കല്ലെറിഞ്ഞ് കൊല്ലും, എണ്ണയൊഴിച്ച് വറച്ചട്ടിയിലിട്ട് ചുട്ടുകരിക്കും. ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മരണം, അത് ഏത് രൂപത്തിൽ വന്നാലും പേരെപ്പോഴും ഒന്ന് തന്നെ, മരണം. മരണഭയത്തിലും നിനക്ക് പുച്ഛം. കുരിശിൽ തലകീഴായി കെട്ടിത്തൂക്കും. വാളുകൊണ്ട് കഷ്ണമാക്കി നദിയിലേക്ക് എറിയുമ്പോഴും ഈ ആവേശം ഉണ്ടാവണം. തീർച്ചയായും ഉണ്ടാകും. മാറ്റമില്ലാത്ത അടിയുറച്ച വിശ്വാസത്തിൽ നിന്നുള്ള തീരുമാനം. കണ്ടറിഞ്ഞില്ലെങ്കിൽ കൊണ്ടറിയുമെന്നാണ് പ്രമാണം. നീ നന്നാവില്ല. റോമാ സാമ്രാജ്യത്തിൽ ജീവിച്ചുകൊണ്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന നിന്നെ പുറം ലോകം കാണിക്കില്ല. എല്ലാവരും പുറത്തുപോയി. എനിക്ക് ഈ സ്ത്രീയോട് വ്യക്തിപരമായി സംസാരിക്കാനുണ്ട്. ഞാൻ നിങ്ങളെ ആദ്യമായിട്ടല്ല കാണുന്നത്. പലവട്ടം പല സ്ഥലത്ത് പല പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന നിങ്ങൾ എന്റെ മനം കവർന്നു. അതാണ് സത്യം. ബഹുമാനായ അങ്ങ് ക്ഷമിക്കും. അങ്ങ് എന്നെ കണ്ടു. ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് അങ്ങയെ കണ്ടില്ല. കണ്ടാലും അങ്ങേ ഞാൻ ശ്രദ്ധിച്ചു എന്ന് വരില്ല. നല്ല ഉത്തരം. നിങ്ങളെ പോലെയുള്ള സ്ത്രീകൾക്ക് ഇങ്ങനെ ഉത്തരം പറയാനേ അറിയൂ. എന്നാൽ നീ എന്തിനാ സോഫിയ മഠത്തിൽ ചേർന്നത്? നിന്നെ പോലെ സുന്ദരിയായ ഒരു യുവതിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. നീ എന്റെ മനസ്സിനെയും ചിന്തയെയും കീഴടക്കി. അതാണ് അത് അങ്ങയുടെ ബലഹീനത. ശരീരവും സൗന്ദര്യവും നശിക്കും, എന്നാൽ നിലനിൽക്കുന്നത് ആത്മാവിന്റെയും അറിവിന്റെയും സൗന്ദര്യമാണ്. ആയിരിക്കാം. മനുഷ്യൻ ബലഹീനരാണല്ലോ. അതിജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ ശരിയാണ് രാജനീതി, അതറിയുക. ഇനി ഞാൻ എന്തു പറഞ്ഞിട്ടും കാര്യമില്ലെന്നറിയാം. നിന്നോടുള്ള അമിതമായ ഇഷ്ടം കൊണ്ട് ചോദിക്കുകയാ. റോമൻ സാമ്രാജ്യത്തിന്റെ നിയമങ്ങൾക്കെതിരായി പ്രവർത്തിച്ച് ക്രിസ്തു മതത്തിനൊപ്പം നിന്ന് നിനക്കിവിടെ ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഇതൊരു തോന്നലല്ല പ്രഭു. ജീവിതത്തിലെ അനുഭവ പാഠങ്ങൾ ഉൾക്കൊണ്ട് മറുപടി പറയുന്ന സന്യസ്ത സ്ത്രീയുടെ തീരുമാനമാണ്. ശരി, ഞാൻ അംഗീകരിക്കുന്നു. നീ ഒരു സ്ത്രീയാണെന്ന ബോധ്യം നിനക്കുണ്ടല്ലോ. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? റോമൻ സാമ്രാജ്യത്തിലെ മന്ത്രിയുടെ മഹിമ എന്താണെന്നോ അത് എത്രത്തോളമാണെന്ന് നിനക്കറിയാമോ? അറിയാം. അങ്ങ് മഹിനീയമായ പദവി വഹിക്കുന്ന വലിയ മനുഷ്യൻ. കുരിശുമരണം സ്വീകരിച്ച യേശു കർത്താവാണ് വരുമോ അങ്ങയുടെ പദവി? ഇപ്പോൾ ഒരു തർക്കത്തിന് ഞാനില്ല. ഞാൻ എന്റെ ഒരു ആഗ്രഹം പറയാം. നിന്നെ ഞാൻ എന്റെ പത്നിയാക്കാനായി ആഗ്രഹിക്കുന്നു. ഈ രാജ്യം മുഴുവൻ ആരാധിക്കുന്ന എന്റെ പത്നിയായാൽ നിനക്ക് കിട്ടുന്ന സ്ഥാനമാനങ്ങളും ബഹുമാനവും എത്രത്തോളമാണെന്ന് നീ ഒന്ന് ആലോചിക്കേ. എന്റെ ജീവിതത്തിൽ രണ്ട് മണവാട്ടിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ കർത്താവിന്റെ മണവാട്ടിയായി ജീവിക്കുന്നവളാണ്. അതിനുമപ്പുറം ഒരു മന്ത്രിപത്നി സ്ഥാനവും എനിക്ക് വേണ്ട. നീ പറയുന്നത് വിഡ്ഢിത്തം. ആയിരങ്ങൾ കൊതിക്കുന്ന ഒരു പദവിയാണ് നീ നിന്റെ ആദർശത്തിനു വേണ്ടി തട്ടിക്കളയുന്നത്. അങ്ങനോട് ക്ഷമിക്കണം. കപടമായ മോഹമല്ല എന്റെ ജീവിതം. ദൃഢനിശ്ചയമുള്ള തീരുമാനമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അതിന് മാറ്റമില്ല. ഒരിക്കൽ കൂടി നിന്നോട് ഞാൻ പറയുന്നു, മന്ത്രിപത്നി എന്ന സ്ഥാനം മാത്രമല്ല നിനക്ക് ലഭിക്കുക. അങ്ങ് രാജാവിന്റെ കൊട്ടാരത്തിൽ യോവദേവന് ധൂപാർച്ചന ചെയ്യാനുള്ള അവകാശത്തെ കൂടിയാണ് നീ തള്ളിപ്പറയുന്നത്. അങ്ങ് എന്തു പറഞ്ഞാലും എന്ത് മഹനീയ പദവി തന്നാലും എന്നെയും എന്റെ ക്രിസ്ത്യ വിശ്വാസത്തെയും തകർത്താൻ നിങ്ങൾക്ക് കഴിയില്ല. നീ എന്ത് ധിക്കാരം പറഞ്ഞിട്ടും ഞാൻ നിന്നോട് ക്ഷമിച്ചു നിൽക്കുന്നത് നിന്നെ ഞാൻ എന്നേക്കാൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ഞാൻ അത്രയ്ക്ക് നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് ഓർക്കുക. കൂടുതലൊന്നും പറയാൻ എനിക്കില്ല. ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ച എന്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി മാത്രം അവസാനിപ്പിക്കാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അനസ്താസിയ, നീ ഇതുവരെ നിന്നെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. നീ നിന്റെ സ്വപ്നത്തെ കുറിച്ചും സുഖത്തെ കുറിച്ചും ഒന്ന് ചിന്തിക്കൂ. ഈ ലോകത്ത് എന്തിനേക്കാളും വലുത് എന്റെ യേശുവാണ്. സുഖമായാലും ദുഃഖമായാലും എനിക്കതു മതി. മാറ്റമില്ലാത്ത നിന്റെ ഈ തീരുമാനം നിനക്ക് സമ്മാനിക്കുന്നത് മരണമാണ്. ഇനി നീ റോമിന്റെ കടുത്ത ശിക്ഷ അനുഭവിക്കാൻ ഒരുങ്ങിക്കൊള്ളൂ.
പഠിപ്പിക്കാൻ പുതിയ തന്ത്രവുമായി എത്തിയവനാണോ? അയ്യോ, ഒരിക്കലുമല്ല. എന്നെ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ പേര് സെർലോസ്. നിങ്ങളൊരു റോമൻ പടയാളിയല്ലേ? അത് ഈ വേഷത്തിൽ മാത്രം. ഞാൻ ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ ജീവിക്കുന്ന, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, ക്രിസ്തുവിൻ്റെ അനുയായിയാണ്. എന്നെ സംശയിക്കരുത്. നിങ്ങൾ ക്രിസ്തുവിനെ അനുയായോ? വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നെ വിശ്വസിക്കണം. ഇവിടെ തടവറയിൽ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ മരിച്ചു വീഴുന്ന നേരത്ത് അവരുടെ സാന്ത്വനത്തിനായി ഈ തടവറയിൽ ഒരു സത്യക്രിസ്ത്യാനിയായി ഒളിച്ചു ജീവിക്കുന്നു. നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? സത്യം. യേശുവിന്റെ നാമം വിജയിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഈ തടവറയിൽ ഒരു വലിയ ശിക്ഷ നടപ്പാക്കിയുണ്ടായി. യേശു വലിയവനാ. അവന്റെ നാമം എന്നും നിലനിൽക്കും. ഈ പരീക്ഷണ കാലത്തിനെയും നമ്മൾ അതിജീവിക്കും. ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി പോരാടുകയും ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്ത ഒരു ധീരനെ തലവെട്ടിക്കൊന്നു. എന്റെ കൺമുമ്പിൽ വെച്ച് കൈകാലുകൾ ഛേദിക്കപ്പെട്ടപ്പോൾ അവസാനത്തെ ഒരു തുള്ളി വെള്ളം കൊടുത്ത് എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞു. നീ നല്ലവനാണ്. ദൈവം അതിനുള്ള പ്രതിഫലം നിനക്കും നിന്റെ കുടുംബത്തിനും നൽകും. ഞാനിപ്പോൾ വന്നത് നിങ്ങൾക്കൊരു വലിയ സഹായം ചെയ്യാനാണ്. എനിക്കോ? അതെ, നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. കയറി വരൂ, വേഗം. അമ്മേ, അനസ്താസിയ, എന്റെ പൊന്നു മോളെ, നിനക്ക് സുഖമാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. എനിക്കറിയാം നിന്റെ ത്യാഗം. ഈ വരവ് വേണ്ടായിരുന്നു, അതും അപകടം പിടിച്ച ഈ സാഹചര്യത്തിൽ. ദൈവം കൂടെയുള്ളപ്പോൾ എന്തിനു ഭയപ്പെടണം? എന്നെ സഹായിച്ചത് ഈ സിർലോസ് ആണ്. അദ്ദേഹം നമ്മുടെ പാത പിന്തുടരുന്ന ഒരു വിശ്വാസിയാണ്. എന്റെ മോളെ, ഇവിടുത്തെ പീഡനങ്ങളെ നീ എങ്ങനെ അതിജീവിക്കുന്നു? മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി യേശുദേവൻ സഹിച്ച ത്യാഗത്തോടെ വരുമോ ഇതൊക്കെ? ദൈവത്തിന് സ്തുതി. ക്രൂരമായ പീഡനമുണ്ട്, പിന്നെ അതിക്രൂരമായ പരിഹാസവും നിന്ദയും. ക്രിസ്തുമതം ഉപേക്ഷിക്കണമെന്ന് ആക്രോശിക്കുന്നു. അതൊന്നുമല്ല, ഒപ്പം വാഗ്ദാനവും സ്ഥാനമാനങ്ങളും സുഖജീവിതവും ധനവും നൽകാമെന്ന് അവർ ആവർത്തിച്ചു പറയുന്നു. നീ ക്രിസ്തുവിനെ സ്വീകരിച്ചവളാണ്. പതരരുത് കുഞ്ഞെ. നിനക്ക് ശക്തിയായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം നിനക്കൊപ്പം ഉണ്ടാകും. അമ്മയുടെ ഈ വാക്കുകൾ എനിക്ക് ആത്മധൈര്യം നൽകുന്നവയാണ്. മതി, എനിക്കത് മതി. കുഞ്ഞെ, നീ ഭാഗ്യവതിയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ആർക്കും കഴിയാത്ത ശുശ്രൂഷ വേലകൾ ചെയ്ത് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തിയ കർത്താവിന്റെ മണവാട്ടിയാണ്. നിന്നെ പോലെ ഒരുവളെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞ ഞാനാണ് ഭാഗ്യവതി. നമുക്ക് മടങ്ങാം. ഇനി ഏത് സമയവും അധികാരികൾ ഇവിടെ എത്തും. റോമൻ സാമ്രാജ്യത്തിന്റെ തടവറയിൽ കുരിശുയർത്തി പ്രാർത്ഥിക്കാൻ ധൈര്യമോ? നീ ഇവളെ വെറുതെ വിടരുത്. എത്ര പറഞ്ഞിട്ട് മനസ്സിലാക്കാത്ത അഹങ്കാരി കാണിച്ചു തരുന്നുണ്ട്. ഇവളുടെ നാവ് കൊണ്ട് ഇനി യേശുനാമം ഉച്ചരിക്കാൻ പാടില്ല. എന്റെ രക്ഷ ഈ കുരിശാണ്. എന്റെ ജീവനും നാവിലെ ചലനമുണ്ടെങ്കിൽ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടേയിരിക്കും. ഇവളുടെ നാവ് വാളാണ്. ചിലപ്പോൾ അത് പരിചയായും മാറും. ഈ നാവ് ലോകം കീഴടക്കും. അതനുവദിക്കരുത്. ഇവളുടെ നാവ് പിടിതെറിയണം. പിടിച്ചു കെട്ടിൻ. അവസാനമായി നിന്നോട് ചോദിക്കുകയാണ്, നീ റോമിനെ അനുസരിച്ച് ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ തയ്യാറാണോ? ഇതുവരെ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു, ഇനി ക്രിസ്തുവിന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. ക്രിസ്തു ക്രിസ്തു ക്രിസ്തു. ക്രിസ്തു നാമം ഉച്ചരിക്കുന്നവളുടെ നാവ് അറുത്തെടുക്ക്. ഈ നാവിൽ നിന്ന് ആ ശബ്ദം പുറത്തു വരരുത്.
ഇവളുടെ കഴുത്തറുത്ത് കാകനും കഴുകനും തിന്നാനിട്ട് കൊടുക്ക്. അവ കൊത്തി തിന്നട്ടെ.